വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ സ്വന്തം കുഴി തോണ്ടി അതിൽ തലകുത്തി വീഴുക എന്നത് കോൺഗ്രസ് നേതാക്കൾക്കും വക്താക്കൾക്കും ഇപ്പോൾ ഒരു സ്ഥിരം ശീലമായി മാറിയിരിക്കുകയാണ്. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പൊട്ടിച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അകപ്പെട്ട ഏറ്റവും വലിയ മണ്ടത്തരത്തിന്റെ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല, എങ്കിലും കോൺഗ്രസ് പിടിച്ച പുലിവാലാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്ന് പലരും പറയാറുണ്ടെങ്കിലും അത് ഇത്രത്തോളം ഭീകരമാണെന്ന് ഈ ഷമാ മുഹമ്മദിനെ പോലുള്ളവരെ കാണുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും ഒന്ന് തറ പറ്റിക്കണം, വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി മാധ്യമങ്ങളിൽ സ്വന്തം മുഖം ഒന്ന് കാണിക്കണം. അത്രമാത്രമായിരുന്നു കോൺഗ്രസ് ദേശീയ വക്താവായ ഷമാ മുഹമ്മദിന്റെ ലക്ഷ്യം. അതിനായി അവർ തിരഞ്ഞെടുത്തത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളിലൊന്നായ IIT ഡൽഹിയുടെ വേദിയെയാണ്. എന്നാൽ അവിടെ എന്താണ് നടന്നതെന്നോ ആ വേദിയിൽ മുഴങ്ങിയത് എന്താണെന്നോ അതിന്റെ അർത്ഥം എന്താണെന്നോ യാതൊരു പിടിയുമില്ലാതെയാണ് ഷമാ മുഹമ്മദ് തന്റെ അജ്ഞത സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മാധ്യമശ്രദ്ധ നേടാൻ ഇറങ്ങി പുറപ്പെട്ട ഷമയ്ക്ക് കിട്ടിയത് സ്വന്തം തലമണ്ടക്കേറ്റ കനത്ത പ്രഹരമാണ്. സംഭവം നടക്കുന്നത് IIT ഡൽഹിയുടെ 57ാമത് ബിരുദദാന ചടങ്ങിലാണ്. രാജ്യത്തിന്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു ആ ഗംഭീരമായ ചടങ്ങിലെ മുഖ്യാതിഥി. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു വേദിയിൽ എന്തെങ്കിലും ഒരു ചെറിയ പഴുത് കിട്ടിയാൽ അത് വെച്ച് വലിയൊരു വർഗീയ വിവാദം ഉണ്ടാക്കാമെന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് ക്യാമ്പ് കാത്തിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ചടങ്ങിൽ ഒരു സംസ്കൃത ശ്ലോകം ആലപിക്കുന്നത് ഷമാ മുഹമ്മദിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സംസ്കൃതം കേട്ടാൽ ഉടനെ അത് വർഗീയമാണെന്ന് ചിന്തിക്കുന്ന കൊളോണിയൽ അടിമത്തം തലക്കി പിടിച്ച കോൺഗ്രസിന്റെ വക്താവിന് പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ബിരുദദാന ചടങ്ങിൽ ഗായത്രി മന്ത്രം ചൊല്ലിയത് എന്തിനാണ്? എൻ്റെ വീട്ടിലെ പാചകക്കാരൻ എന്നും രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ ഗായത്രി മന്ത്രം വെക്കാറുണ്ട്. എനിക്കത് കേൾക്കാൻ ഇഷ്ടവുമാണ്. അക്കാഡമിക് പവിത്രത സൂക്ഷിക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇത്തരം മതപരമായ ആചാരങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്നായിരുന്നു ഷമാ മുഹമ്മദ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്തത്. ആ നിമിഷം കൊണ്ട് ദേശീയ തലത്തിൽ താൻ ഒരു വലിയ ഹീറോ ആയി മാറുമെന്നും നരേന്ദ്രമോദിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്നും ഷമാ മുഹമ്മദ് വെറുതെ സ്വപ്നം കണ്ടു. എന്നാൽ ആ സ്വപ്നത്തിന്റെ ആയുസ് വെറും നിമിഷങ്ങൾ മാത്രമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ പതനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീട് അവിടെ സംഭവിച്ച കാര്യങ്ങൾ. ഷമാ മുഹമ്മദിന്റെ ഈ വിവരക്കേട് നിറഞ്ഞ ആരോപണം പുറത്തു വന്ന നിമിഷം മുതൽ IITയിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അവർക്കെതിരെ കടുത്ത പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നു. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ തികച്ചും തെറ്റാണെന്നും അത്തരത്തിലൊരു കാര്യവും ആ വേദിയിൽ നടന്നിട്ടില്ലെന്നും അവർ മുഖത്തടിച്ചതുപോലെ വ്യക്തമാക്കി. ചടങ്ങിൽ ചൊല്ലിയത് ഷമാ മുഹമ്മദ് പറയുന്നത് പോലെ ഗായത്രി മന്ത്രമേ അല്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് IITയിലെ മുൻ വിദ്യാർത്ഥികളായ ജ്ഞാൻ സിംഗ് മെഹ്തയെ പോലുള്ളവർ തെളിവ് സഹിതം രംഗത്തെത്തിയതോടെ ഷമാ മുഹമ്മദിന്റെ സകല വാദങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു. വേദികളിൽ എന്താണ് ചൊല്ലിയതെന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത, വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിപ്പുറപ്പെട്ട ഈ കോൺഗ്രസ് വക്താവ് എത്രത്തോളം വിവരമില്ലായ്മയാണ് വിളിച്ചു പറഞ്ഞതെന്ന് ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി. രാജ്യത്തെ ഏറ്റവും മികച്ച ബുദ്ധി കേന്ദ്രങ്ങളിലൊന്നായ IITയെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും വില കുറഞ്ഞ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ച ഷമാ മുഹമ്മദിന് ലഭിച്ച 8ന്റെ പണിയായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ ആ ചടങ്ങിൽ ചൊല്ലിയത് എന്താണെന്ന് കൂടി കേൾക്കുമ്പോഴാണ് ഷമാ മുഹമ്മദിന്റെ വിവരക്കേടിന്റെ യഥാർത്ഥ ആഴം നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുക. അവർ ആരോപിച്ചതുപോലെ അതൊരു മതപരമായ പ്രാർത്ഥനയോ ഗായത്രി മന്ത്രമോ ആയിരുന്നില്ല. മറിച്ച് തൈത്തീരിയ ഉപനിഷത്തിലെ ശിക്ഷാവല്ലിയിൽ നിന്നുള്ള ചില വരികളാണ് അവിടെ ആലപിച്ചത്. പുരാതന ഭാരതത്തിലെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം മുതൽ സമാവർത്തന ചടങ്ങുകളിൽ, അതായത് ഇന്നത്തെ ബിരുദദാന ചടങ്ങുകളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു പ്രാർത്ഥനയാണിത്. അറിവ് പകരുന്നതിന് മുൻപ് ഗുരുവിനും ശിഷ്യനും ഒരുപോലെ സംരക്ഷണം ലഭിക്കാനും അവരുടെ മനസ്സുകൾ തമ്മിൽ ഐക്യപ്പെടാനും വേണ്ടിയാണ് ഈ വരികൾ ചൊല്ലുന്നത്. പഠനം പൂർത്തിയാക്കി സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഗുരുക്കന്മാർ നൽകുന്ന ഉപദേശമാണിത്. സത്യം പറയുക, ധർമ്മം ചെയ്യുക, സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഒരിക്കലും പിഴച്ചു പോകരുത്. അമ്മയെയും അച്ഛനെയും ആചാര്യനെയും അതിഥിയെയും ദേവന്മാരെ പോലെ കാണുക എന്നിങ്ങനെയുള്ള വലിയ മാനുഷിക മൂല്യങ്ങളാണ് ഈ വരികളിൽ അടങ്ങിയിരിക്കുന്നത്.
ഇതുപോലൊരു അക്കാഡമിക് വേദിയിൽ ഇതിനേക്കാൾ അർത്ഥവത്തായ മറ്റൊരു വരികൾ പാടാനില്ല എന്നതാണ് സത്യം. എന്നാൽ സത്യം, ധർമ്മം എന്നൊക്കെ കേട്ടാൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അലർജി ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം ഷമാ മുഹമ്മദ് ഇതിനെതിരെ ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കിയത്. സത്യം പറയുക, നീതിയായി പെരുമാറുക എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ കേട്ടപ്പോൾ സ്വന്തം പാർട്ടിയുടെ ചരിത്രം ഓർത്ത് അവർക്ക് തന്നെ ഒരുപക്ഷെ കുറ്റബോധം തോന്നിയിട്ടുണ്ടാകും. ഇനി ഷമാ മുഹമ്മദ് പറഞ്ഞതുപോലെ അത് ഗായത്രി മന്ത്രം തന്നെയായിരുന്നുവെന്ന് ഒരു നിമിഷം കരുതുക. എങ്കിലും ഒരു വിദ്യാഭ്യാസ ചടങ്ങിൽ അത് ഉപയോഗിക്കുന്നതിന് വിലക്കാൻ ഷമാ മുഹമ്മദിന് ആരാണ് അധികാരം നൽകിയത്? സർവവ്യാപിയായി ഭൂമിയിലും അന്തരീക്ഷത്തിലും ആകാശത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തിന്റെ ദൈവീകമായ ഊർജ പ്രവാഹത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നുവെന്നും ആ ശ്രേഷ്ഠമായ ചൈതന്യം തങ്ങളുടെ ബുദ്ധിപ്രവർത്തികളെ പ്രചോദിപ്പിക്കട്ടെ എന്നുമാണ് ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം. വിദ്യാർത്ഥികളുടെ ബുദ്ധിയും ചിന്താശേഷിയെയും പ്രകാശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളിലും കാണുന്ന ഒരു ദൈവിക മന്ത്രമാണ് ഈ ഗായത്രി മന്ത്രം. ബുദ്ധിയെ ഉണർത്താൻ പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രം കേൾക്കുമ്പോൾ ഷമാ മുഹമ്മദിന് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. കാരണം സ്വന്തമായി ബുദ്ധിയോ യുക്തിയോ ഉപയോഗിക്കാത്ത ഒരു കൂട്ടം നേതാക്കളാണല്ലോ അവിടെയുള്ളത്. ബുദ്ധി ഉണർന്നാൽ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അത് കോൺഗ്രസ് പാർട്ടിക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കറിവേപ്പിലയുടെ വില പോലും ഷമാ മുഹമ്മദിന് നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തമാശ. 2024 മാർച്ചിൽ അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല എന്ന് സാക്ഷാൽ കെ സുധാകരൻ തന്നെ മാധ്യമങ്ങളുടെ മുമ്പാകെ തുറന്നടിച്ച കാര്യം നമ്മൾ ഓർക്കണം. സ്വന്തം പാർട്ടിയിൽ യാതൊരു സ്ഥാനവുമില്ലാതെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ നിൽക്കുന്ന ഷമാ മുഹമ്മദിന് എങ്ങനെയും കുറച്ച് മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടണം. ഡൽഹിയിലുള്ള നേതാക്കളുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കണം. അതിനുവേണ്ടി നരേന്ദ്രമോദിയെ ഒന്ന് ഉന്നം വെച്ചു എന്ന് മാത്രം. അങ്ങ് വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളെ അടക്കം ഒന്ന് ഇളക്കി വിടുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് കേരളത്തിലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ കുറെ ആളുകൾ അവരെ പിന്തുണച്ച് രംഗത്ത് വരുമായിരുന്നു. എന്നാൽ ഡൽഹിയിലെ IIT വിദ്യാർത്ഥികൾക്ക് സാമാന്യ ബോധവും വിവരവും ഉള്ളതുകൊണ്ട് തന്നെ ഷമയുടെ വാക്കുകളെ അവർ ഒരു പുല്ല് വില പോലും കൊടുത്ത് അംഗീകരിച്ചില്ല. പകരം അവരെ പൊതുമധ്യത്തിലിട്ട് പച്ചയ്ക്ക് വലിച്ചു കീറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ആക്രമിക്കാനും രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ വിവാദങ്ങളിൽപ്പെടുത്തി പേരെടുക്കാനുമുള്ള ഈ കുൽസിത ശ്രമം കോൺഗ്രസിന് നാണക്കേടിന്റെ പര്യായമായി മാറിയിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അന്തസ്സിനെയും കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ എടുത്തുചാടി മാധ്യമങ്ങളിൽ വാർത്തയുണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ സംഭവം. ഭാരതത്തിന്റെ സംസ്കൃതിയെയും പാരമ്പര്യത്തെയും അംഗീകരിക്കാൻ തയ്യാറാകാത്ത സ്വന്തം വേരുകൾ മറന്ന ഇത്തരം സങ്കുചിത മനസ്സുകൾക്ക് ജനങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ മറുപടിയാണ് ഈ സോഷ്യൽ മീഡിയ ട്രോളുകൾ. IIT പോലെ രാജ്യത്തിന്റെ അഭിമാനമായ സ്ഥാപനത്തിലെ ചടങ്ങിനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ഉന്നയിച്ച് വിവാദമുണ്ടാക്കുന്ന ഇത്തരം രാഷ്ട്രീയ കോമാളികളെ സമൂഹം ഒറ്റപ്പെടുത്തുക തന്നെ വേണം. വിവരമില്ലായ്മ വിളിച്ചോതിയ ഈ വക്താവിനെതിരെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ ലോകത്തും കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് കുഴിയെടുക്കാൻ പോകുന്നതിന് മുൻപ് സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കാൻ കോൺഗ്രസും ഷമാ മുഹമ്മദും ഇനിയെങ്കിലും തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഇതുപോലുള്ള എട്ടിന്റെ പണികൾ ഇനിയും അവർ ചോദിച്ചു വാങ്ങേണ്ടി വരുമെന്നത് തീർച്ചയാണ്. വരും ദിവസങ്ങളിൽ ഈ വിവരക്കേടിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങൾക്ക് മുന്നിൽ തല കുനിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വിഷയം നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ ശ്ലോകം ചൊല്ലിയത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.